14 വയസ്സു മുതൽ രണ്ടാനച്ഛനിൽ നിന്നും അതിക്രൂരമായ പീഡനമേറ്റുവാങ്ങേണ്ടി വന്ന പെൺകുട്ടി. പിന്നീട് അനാഥാലയത്തിലെ ഒറ്റപ്പെട്ട കൗമാരം. 22 വയസ്സിൽ അവളെ വിവാഹം കഴിക്കാൻ സന്മനസ്സുമായി ഒരാളെത്തി. പിറമ സ്വദേശിനിയായ ആ പെൺകുട്ടിയുടെ ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ അന്നാണ് ആദ്യമായി പ്രകാശമുദിച്ചത്. ഭർത്താവിനൊപ്പം മൂവാറ്റുപുഴയിലെ വീട്ടിൽ ശിഷ്ടകാലം സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതിയെങ്കിൽ വില്ലനായി വീണ്ടും രണ്ടാനച്ഛന്റെ വരവ്. കുട്ടിക്കാലത്തെ പീഡന കഥകൾ ഓരോന്നും അയാൾ ഭർത്താവിനോട് വെളിപ്പെടുത്തി. ഇരുവരെയും ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ ഭീഷണിയും. അങ്ങനെയാണ് ഭാര്യയുമൊത്ത് യുവാവ് ഫേസ്ബുക്കിലൂടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. സംഭവത്തിൽ ഇതുവരെ നടപടി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. അന്ന് പരാതി കൊടുത്തത് ഞാനാണ്. ഞാനും ഹോസ്റ്റലിലെ സിസ്റ്ററും കൂടിയിട്ടാണ്. സിസ്റ്റർ ഒരു വക്കീലായിരുന്നു, കാക്കനാട് ചിൽഡ്രൻസ് ഹോമിലെ വക്കീലായിരുന്നു. ഞാനും സിസ്റ്ററും കൂടിയും പോയി ഒരു കോടതിയിൽ പോയി. അവര് അപ്രവശ്യം നിപ്പുണ്ടായിരുന്നു, ഞാൻ ഇപ്രവശ്യം നിന്നു. അമ്മ കൈകാട്ടി പറയുന്നുണ്ട്, ഇയാളെ കുറിച്ച് മാറ്റിപ്പറ എന്ന് കൈകാട്ടി കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ട് പ്രണതാമനോട് പറഞ്ഞു, നീ നിന്റെ രീതിയിലായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. 14 വയസ്സ് മുതൽ രണ്ടാനച്ഛൻ തന്നെ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് യുവതിയുടെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് 2015 രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാനച്ഛൻ 58 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ഇയാളെ എന്തായാലും പിടിക്കണം. അയാള് അന്ന് എങ്ങനെ ഇറങ്ങി എന്നൊന്നും എനിക്കറിയില്ല. അയാള് ശിക്ഷ അനുഭവിച്ചോന്നൊന്നും അറിയില്ല. അമ്മച്ചി പറയണത് പൈസ കെട്ടിവെച്ചിട്ട് ഇറക്കിയെന്നാ പറയണത്. പക്ഷെ എന്റെ താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്കൊരു ശിക്ഷ കൊടുക്കണം എന്നുള്ളൊരു ഇതാണ് എനിക്ക് താഴ്മയോടെ പറയാൻ. തുടർന്ന് 23 വയസ്സ് വരെ ഒരു മഠത്തിലാണ് വളർന്നത്. അനാഥാലയത്തിൽ നിന്നാണ് രണ്ടാനച്ഛനെതിരെ പരാതി നൽകിയത്. വിവാഹശേഷവും രണ്ടാനച്ഛൻ ഭർത്താവിനോട് കഴിഞ്ഞ സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നാണ് യുവതിയുടെ ആരോപണം. തനിക്ക് നീതി കിട്ടണമെന്നും യുവതി ആവശ്യപ്പെടുന്നു. അയാളിൽ നിന്ന് ഞാൻ കുറെ അനുഭവിച്ചു. ചെറുപ്പത്തിലെ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കെട്ടിക്കഴിഞ്ഞിട്ടും വെറുതെ വിടുന്നില്ല. എന്നിട്ട് ചേട്ടനെ ഒരു ദിവസം വിളിച്ചിട്ട് കുറെ ഡയലോഗ് അടിക്കുന്നു. അത് കഴിഞ്ഞ് ഇയാള് കുറെ സെക്ഷലായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. കുറെ വാക്കുകളൊക്കെ പറയുന്നു. ഇയാളെ കോടതി കയറ്റണം, അതന്നെയാണ് എന്റെ താല്പര്യം. ഇയാൾക്ക് എന്തെങ്കിലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അതന്നെയാണ് എന്റെ താല്പര്യം. രണ്ടാനച്ഛൻ ലൈംഗിക വൈകൃതത്തിന് അടിമയെന്നാണ് വെളിപ്പെടുത്തൽ. നിരന്തര ലൈംഗിക പീഡനം മൂലം പെൺകുട്ടിയുടെ മാനസികാവസ്ഥ തകരാറിലായെന്നും ആരോപണമുണ്ട്. അയാളുടെ ഇത് കാരണം എനിക്കൊരു ഷോക്ക് വന്നു. ആ ഷോക്ക് ഇപ്പോഴും ഞാൻ അനുഭവിക്കണു. ചേട്ടനെ കയറ്റാത്ത ഹോസ്പിറ്റലുകളില്ല, കാണിക്കാത്ത ഒന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ ഫുള്ളും തീർന്നു. ഇപ്പൊ ദാരിദ്ര്യത്തിലായി, ഓരോരുത്തരോടും തണ്ടണു. ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് മാഡം. യുവതിക്ക് ബോർഡർ ലൈൻ സിൻഡ്രോം ഉണ്ടെന്ന് സ്ഥിരീകരണവുമുണ്ട്. നിരവധി തവണയാണ് കുടുംബമടക്കം കൌൺസിലിംഗിന് വിധേയരായത്. നിങ്ങൾ ഒരു കാലഘട്ടത്തിലും നിങ്ങളുടെ അമ്മയോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ലേ? അതായത് ഒന്നിച്ച് ജീവിച്ചിരുന്ന കാലത്തിലൊന്നും അമ്മയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറയും. പക്ഷെ ഞാനന്ന് കുഞ്ഞായതുകൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ടും എനിക്ക് അമ്മേനെ ആശ്രയിക്കേണ്ടി വന്നു. പക്ഷെ അമ്മ ഒരു നടപടി എടുത്തില്ല. അത് ഇയാളെ പേടിച്ചിട്ടാണോ അതോ എന്താണെന്നൊന്നും അറിയില്ല. മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയില്ല. നിരവധി തവണ പരാതി നൽകിയിട്ടും പിറവം പോലീസ് കേസെടുത്തില്ലെന്നും പോലീസ് രണ്ടാനച്ഛനെ സംരക്ഷിക്കുന്നുവെന്നും യുവതി ആരോപിക്കുന്നു. കേസെടുത്ത ശേഷം അന്വേഷണവും മന്ദഗതിയിലാക്കി. മൊഴി നൽകാൻ ചെന്നപ്പോൾ പരിഹസിച്ചെന്ന ഗുരുതരമായ ആരോപണവും യുവതി പോലീസിനെതിരെ ഉയർത്തുന്നു. അവര് കുട്ടിയുടെ മൊഴി എടുക്കണമെന്ന് പറയുന്നു. മൊഴി എടുക്കാനായിട്ട് ഓഫീസിലോട്ട് കയറിപ്പോയി. ഓഫീസിൽ കയറിപ്പോയി കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി പുറത്തോട്ട് ഇറങ്ങി വരുന്നു. പുറത്തോട്ട് ഇറങ്ങി വന്നതിന് ശേഷം പറയുന്നു, ചേട്ടാ ഈ ഇവരെന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചിരിക്കണോ, ഭയങ്കരമായിട്ട് കളിയാക്കി സംസാരിക്കണമെന്ന് പറയുന്നു. ഞാൻ ഓഫീസിന്റെ അകത്തോട്ട് കയറി ചെല്ലുന്നു. കയറി ചെന്നതിന് ശേഷം ഇവരോട് പറയുന്നു, സാർ ഇതൊരു രോഗമുള്ള ഒരു കുട്ടിയാണ്, ഈ രീതിയിൽ സംസാരിക്കുകയോ ഇടപെടുകയോ പാടില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് എടുക്കേണ്ടെന്ന് പറയുന്നു. ഞങ്ങൾക്ക് ഒരു രീതിയിലും പുറത്ത് പോലീസ് സ്റ്റേഷനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അവിടെ പോയി മൊഴി എടുക്കാൻ പറ്റില്ല. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അകത്ത് ചെല്ലുമ്പോൾ എന്താ ഇതെന്ന് നമുക്കറിയില്ല. ന്യൂസ് 18 കൊച്ചി.